യമനിൽ തടവിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിനായി പ്രതിനിധി സംഘത്തിന് പോകാനുള്ള അനുമതിക്കായി വിദേശകാര്യ മന്ത്രാലയത്തെ സമീപിക്കാമെന്ന് സുപ്രീം കോടതി. ആക്ഷൻ കൗൺസിലാണ് അനുമതി നൽകിയത്. യമനിലേക്ക് പ്രതിനിധി സംഘത്തെ അയക്കുന്നത് പരിഗണിക്കുമെന്ന് കേന്ദ്രം സുപ്രീം കോടതിയിൽ പറഞ്ഞു. കുടുംബത്തിന് മാത്രമേ നേരിട്ട് ഇടപെടാനാവൂ എന്ന് കേന്ദ്രം കോടതിയെ അറിയിച്ചു. കേന്ദ്ര സർക്കാരിൻ്റെ ശ്രമങ്ങൾക്ക് നന്ദിയെന്ന് ആക്ഷൻ കൗൺസിൽ അറിയിച്ചു. വിവരങ്ങൾ നൽകാൻ എസ് നന്ദഗോപൻ ചേരുന്നുണ്ട്. നന്ദഗോപൻ, വിശദാംശങ്ങൾ. നിഖിൽ, ഇത് നിമിഷപ്രിയയുടെ ഹർജി, അതുമായി ബന്ധപ്പെട്ട ഹർജി കൈകാര്യം ചെയ്യാൻ ഇത് രണ്ടാം തവണയാണ് സുപ്രീം കോടതി കേസ് പരിഗണിക്കുന്നത്. ഇന്ന് പ്രധാനമായും കേസിൽ കേന്ദ്ര സർക്കാർ നിലപാട് വ്യക്തമാക്കിയത് ഏതെങ്കിലും ഒരു സംഘടന വിചാരിച്ചാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടന ചർച്ച നടത്തിയാൽ നിമിഷപ്രിയയുടെ മോചനം സാധ്യമാകുമെന്ന് കരുതുന്നില്ല എന്നുള്ളതാണ് ഇന്നിപ്പോൾ സോളിസിറ്റർ ജനറൽ വ്യക്തമാക്കിയത്. മറിച്ച് ഈ ചർച്ചകൾ നടത്തുവാൻ ആകെ അധികാരം നിമിഷപ്രിയയുടെ കുടുംബത്തിനും അതേപോലെ തന്നെ പവർ ഓഫ് അറ്റോർണിക്കും മാത്രമാണ്. അവർക്ക് വേണ്ട എല്ലാവിധ സഹായങ്ങളും കേന്ദ്ര സർക്കാർ നൽകുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കപ്പെട്ടത്. മാത്രമല്ല, ഹർജിക്കാരുടെ പ്രധാന ആവശ്യം ഇതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയ്ക്കായി ഒരു പ്രത്യേക പ്രതിനിധി സംഘത്തെ യമനിലേക്ക് അയക്കണമെന്നുള്ളതാണ്. ഇത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിനോട് അനുമതി തേടാൻ സുപ്രീം കോടതി ആവശ്യപ്പെട്ടു. കേന്ദ്ര സർക്കാർ അനുവദിക്കുന്ന പക്ഷം ഈ പ്രതിനിധി സംഘത്തിന് യാത്ര ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചു. അതേസമയം തന്നെ ഈ വെങ്കിട്ടരാമണി സോളിസിറ്റർ ജനറൽ പ്രധാനമായും ഇന്നിപ്പോൾ അറ്റോർണി ജനറൽ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത് അത്തരത്തിലൊരു അപേക്ഷ കേന്ദ്ര സർക്കാരിന് മുന്നിലേക്ക് വരുമ്പോൾ അത് പരിഗണിക്കാൻ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശം നൽകാമെന്നുള്ളതാണ്. ഏതായാലും ഈ കേസ് വീണ്ടും ഓഗസ്റ്റ് 14 വീണ്ടും മാറ്റിവെച്ചിട്ടുണ്ട്. നിഖിൽ.